അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം, സീറത്തുൻ നബവിയ്യ, ആ ഒരു വിഷയത്തിൻ്റെ തുടർച്ചയെന്നോണം 103-ാമത്തെ ഒരു ഭാഗത്ത് അപ്പോൾ നമ്മൾ ഹുദൈബിയ സന്ധ്യയെ സംബന്ധിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ വർഷം 6-ൽ റസൂലുള്ളാഹി ഒരു സ്വപ്നം കാണുന്നു. മക്കയിൽ മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ച് തലമുണ്ഡനം ചെയ്യുന്നതായിട്ടുള്ളൊരു സ്വപ്നം. അത് ഉടനെ തന്നെ അനുയായികളോട് അറിയിക്കുന്നു. അങ്ങനെ അനുയായികൾ ഒന്നടങ്കം പരസ്യമായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഉംറയ്ക്ക് വേണ്ടി മദീനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെടാൻ ദുൽഹുലൈഫയിൽ വെച്ച് അവർ ഇഹ്റാമിലേക്ക് പ്രവേശിച്ച് ബലിമൃഗങ്ങളായിട്ട് അവർ മക്കയോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവരുടെ വരവിൻ്റെ ആഗമന വിവരം ഖുറൈശികൾ അവരറിയുന്നു. മുസ്ലിങ്ങളെ തടയാൻ വേണ്ടി ഖാലിദ് ബിൻ വലീദിൻ്റെ നേതൃത്വത്തിലൊരു സംഘത്തെ പറഞ്ഞയക്കുന്നു. റസൂലുള്ളാഹി സംഘവും അതിസമർത്ഥമായിട്ട് മറ്റൊരു വഴിയിലൂടെ അവർ മക്കൾക്ക് സമീപത്തുള്ള ഹുദൈബിയയിലേക്ക് പ്രവേശിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹുദൈബിയയിലാണ് ഈ സമയത്തുള്ളത്. ഇപ്പോൾ മുസ്ലിങ്ങളുടെ ആഗമന ലക്ഷ്യത്തെ സംബന്ധിച്ച് ഖുറൈശികൾക്ക് ആ സമയത്തും കൺഫ്യൂഷനാണ്. മുസ്ലിങ്ങൾ ഉംറയ്ക്ക് വേണ്ടി തന്നെയാണോ വന്നത്, അതല്ലെങ്കിൽ അതിൻ്റെ ആ വരവിന് പിന്നിൽ മറ്റു വല്ല ലക്ഷ്യങ്ങളുണ്ടോ, അവരുടെ അംഗസംഖ്യ, ഇതിനെ സംബന്ധിച്ചെല്ലാം ഖുറൈശികൾക്ക് നിലവിൽ നിരവധി കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിരവധി പ്രതിനിധികളെ ഖുറൈശികൾ അങ്ങോട്ട് അയക്കുന്നുണ്ട്. ആ പ്രതിനിധികൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആ നെഗോസിയേഷൻ, അതാണ് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്ത് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്ന പ്രതിനിധികളുടെ ഓർഡറിൽ ചില വ്യത്യാസങ്ങൾ ഗ്രന്ഥങ്ങൾ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും സംസാരിക്കാൻ വേണ്ടി ആദ്യമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സമീപിക്കുന്നത് ഖുസാഅ ഗോത്രത്തിലുള്ള ബുദൈൽ ഇബ്നു വർഖ എന്നുള്ള വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ഗോത്രം ബനു ഖുസാഅ, അവർ മക്കൾക്ക് സമീപത്തുള്ള തിഹാമ എന്നുള്ള പ്രദേശത്താണ് അവർ വസിക്കുന്നത്. അപ്പോൾ അവർ ഖുറൈശികളും അല്ല, ഈ സമയത്ത് അവർ മുസ്ലിങ്ങളും അല്ല. അതേസമയം മുസ്ലിങ്ങളോട് ഒരല്പം അനുകമ്പയുള്ള കൂട്ടത്തിലായിരുന്നു. അത് ഖുറൈശികൾക്കും അറിയാം. ഈ ഒരു വിഷയത്തിൽ അദ്ദേഹം ഒരു തേർഡ് പാർട്ടി ആയിട്ട്, ന്യൂട്രലായിട്ട് അദ്ദേഹം ഈ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടി വരുവാണ്. ആദ്യം ഖുറൈശികളെ, ഈ ലീഡറായിരുന്ന ബുദൈൽ ഇബ്നു വർഖ, അയാൾ ഖുറൈശികളെ സമീപിച്ചുകൊണ്ട് പറഞ്ഞു, ഞാനൊന്ന് പോയി മുഹമ്മദുമായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ അവരൊക്കെ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഒരു പറ്റ ആളുകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിക്കാൻ വേണ്ടി ഹുദൈബിയയിലേക്ക് വരികയാണ്. അങ്ങനെ അദ്ദേഹം ഹുദൈബിയയിലെത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സംസാരിക്കുകയാണ്. റസൂലുള്ളാഹിനോട് അദ്ദേഹം പറഞ്ഞു, ഹുദൈബിയക്കപ്പുറം നിങ്ങളെ തടയാൻ വേണ്ടി ഖുറൈശികൾ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ്. എന്താണ് നിങ്ങളുടെ ലക്ഷ്യം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നാലം നജി നുഖാത്തിൽ അഹദൻ വലാകിൻ നജിഅനാ മുഅ്തമിരീൻ. ഞങ്ങൾ യുദ്ധത്തിനോ സംഘടനത്തിനോ ഒന്നും വന്നതല്ല. ഞങ്ങളുടെ ലക്ഷ്യം ഉംറ മാത്രമാണ്. അത് നിർവഹിച്ച് ഞങ്ങൾ തിരിച്ചു പോകും. മറ്റുള്ള എല്ലാ ആളുകൾക്കും കാലങ്ങളായിട്ട് ഖുറൈശികൾ അത് വകവെച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് മാത്രം ആ ഒരു അവകാശം വിലക്കുന്നത് ശരിയല്ല. ഖുറൈശികളെ യുദ്ധം തിന്നിരിക്കുകയാണ്. അപ്പോൾ അവർ ഈ സത്യം സ്വീകരിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരൊരു സന്ധിക്ക് വരികയാണെങ്കിൽ അതിന് സ്വാഗതം. അതല്ലാതെ ഞങ്ങളെ തടയുകയാണെങ്കിൽ അവസാന ശ്വാസം വരെ ഞാൻ അതിനെതിരെ പോരാടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അപ്പോൾ ബുദൈൽ ഇബ്നു വർഖ, അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഞാൻ ഈ വിവരം പോയി ഖുറൈശികളെ അറിയിക്കട്ടെ എന്ന് റസൂലുള്ളാഹിനോട് ചോദിച്ചു. റസൂലുള്ളാഹി പറഞ്ഞു ഓക്കെ. ഇദ്ദേഹം ഖുറൈശികളുടെ അടുത്തേക്ക് അതാറുന്നത് ഖുറൈശി പാർലമെൻറ്റിൽ തിരിച്ചെത്തുകയാണ്. അപ്പോൾ വളരെ മോശമായിട്ടുള്ള രൂപത്തിലാണ് അവർ അതിനോട് പ്രതികരിച്ചത്. ഒന്നാമതായിട്ട് ഇദ്ദേഹത്തെ ഖുറൈശികൾ അവരുടെ പ്രതിനിധിയായിട്ടൊന്നും പറഞ്ഞയച്ചല്ല, സ്വന്തം ഇഷ്ടപ്രകാരം ന്യൂട്രലായിട്ട് ഇടപെട്ടതാണ്. രണ്ടാമതായിട്ട് ഈ ഖുസാഅ ഗോത്രം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ടുള്ള ബന്ധത്തെ സംബന്ധിച്ച് ഖുറൈശികൾക്ക് അറിയായിരുന്നു. അപ്പോൾ ആ ഒരു മുൻധാരണകളെല്ലാം ഉള്ളത് കാരണം അദ്ദേഹം വന്ന് അവരോട് പറഞ്ഞു, ഞാൻ പോയി മുഹമ്മദായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിച്ചു. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് കേൾക്കണ്ടേ? അപ്പോൾ ഖുറൈശികളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ചില സുഫഹാകൾ, വിഡ്ഢികൾ, വിവരദോഷികൾ, അവർ പറഞ്ഞു, ഞങ്ങൾക്ക് കേൾക്കണമെന്നില്ലേ, നിങ്ങളെന്താണ് പറയാൻ പോകുന്നതെന്ന് ഞങ്ങൾക്കറിയാം. അതേസമയം ആ കൂട്ടത്തിലുണ്ടായിരുന്ന ചില ബുദ്ധിയുള്ള വകതിരിവുള്ള ചില സീനിയർ ആളുകൾ, ഉർവ ബിൻ മസ്ഊദിനെ പോലെയുള്ള ആളുകൾ, അവർ പറഞ്ഞു, മിണ്ടാതിരിക്കുക, അദ്ദേഹം പറയട്ടെ, അദ്ദേഹം എന്താണ് പറയുന്നതെന്ന് കേൾക്കാലോ. അപ്പോൾ ബുദൈൽ ഇബ്നു വർഖ പറഞ്ഞു, നിങ്ങൾ പലരും സംശയിക്കുന്നത് പോലെ മുഹമ്മദ് യുദ്ധത്തിനോ മറ്റോ വേണ്ടി വന്നതൊന്നുമല്ല. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഉംറ മാത്രമാണ്. അത് നിങ്ങൾക്ക് എന്തുകൊണ്ട് വകവെച്ച് കൊടുത്തുകൂടാ? ഖുറൈശികൾ ഒന്നടങ്കം കോപിക്കുകയാണ്. അവർ പറഞ്ഞു, ഇല്ല, ഒരിക്കലുമില്ല, ഉംറ അത് അനുവദിക്കുന്ന പ്രശ്നമില്ല. അവർ അതിൽ ശടിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ മധ്യസ്ഥം സ്വീകരിക്കാതെ അവർ അദ്ദേഹത്തെ പറഞ്ഞേക്കാണ്. അപ്പോൾ ഈ ബുദൈൽ ഇബ്നു വർഖ, അയാളുടെ ആ ശ്രമം പരാജയപ്പെട്ട സമയത്ത് ആ സംസാരം കേട്ടിരുന്ന മറ്റൊരു വ്യക്തി മിക്റസ് ബിൻ ഹഫ്സ്, അയാൾ ഖുറൈശികളോട് പറഞ്ഞു, ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ. അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ. അപ്പോൾ ഈ വ്യക്തി മിക്റസ്, അയാൾ ഒരു പരുഷപ്രകൃതനാണ്. റസൂലുള്ളാഹിനോടും മുസ്ലിങ്ങളോടെല്ലാം അങ്ങേയറ്റം വെറുപ്പ് സൂക്ഷിച്ച ആളാണ്.
അപ്പോൾ അയാൾ സംസാരിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെടുകയാണ്. അപ്പോൾ അയാൾ വളരെ ദൂരെ നിന്നും കണ്ട മാത്രമേ ഉള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, ആ വരുന്നത് മിക്രസാണ്, ഹാദാ റജുലുൻ ഫാജിർ, അയാൾ വഞ്ചകനാണ്, അയാൾ വളരെ മോശം ആളാണെന്ന് റസൂലുള്ളാഹി അനുയായികളോട് പറഞ്ഞു. അപ്പോൾ അടുത്തെത്തിയ സമയത്ത് അവർ നോക്കിയപ്പോൾ അത് മിക്രസ് തന്നെയായിരുന്നു. അയാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചു. റസൂലുള്ളാഹി നേരത്തെ പറഞ്ഞ ബുദൈൽ ഇബ്നു വർഖയോട് പറഞ്ഞ അതേ മറുപടി ആവർത്തിച്ചു. അതായത് ഞങ്ങൾ യുദ്ധത്തിനു വേണ്ടി മറ്റോ ഒന്നും വന്നതല്ല, ഞങ്ങളുടെ ലക്ഷ്യം ഉംറ മാത്രമാണ്. അതേ സംസാരം റസൂലുള്ളാഹി ആവർത്തിച്ചു. അയാളും ഖുറൈശികളുടെ അടുത്തേക്ക് തിരിച്ചു പോയിട്ട് കാര്യം പറഞ്ഞു. ആ സമയത്തും ഖുറൈശികളുടെ അവരുടെ ആ ദുരഭിമാനം, ഒരിക്കലും മുസ്ലിങ്ങൾക്ക് ആ ഉംറ വകവെച്ച് കൊടുക്കാൻ അവരെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. അവരതേ രൂപത്തിൽ ആ ശാഠ്യം തുടരുകയാണ്. ഇപ്പം മിക്രസിൻ്റെ ആ ശ്രമത്തിലും അവർ പ്രതീക്ഷിക്കുന്ന രൂപത്തിലുള്ള ഒരു പുരോഗതിയൊന്നും ലഭിക്കാത്തത് കാരണം അയാളെ തുടർന്ന് പിന്നീട് ഖുറൈശികൾ പറഞ്ഞയക്കുന്നത് അറേബ്യക്ക് ചുറ്റുള്ള ആ ഗോത്ര സമൂഹം അഹാബീഷ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ആ ഗോത്ര സമൂഹത്തിൻ്റെ ഒരു നേതാവായിരുന്ന ഹുലൈസ് ഇബ്നു അൽഖമ അൽ കിനാനി, ആ വ്യക്തിയാണ് പറഞ്ഞയക്കുന്നത്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ, അദ്ദേഹം അറേബ്യയിൽ അങ്ങേയറ്റം ആദരിക്കപ്പെടുന്നൊരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിൻ്റെ അറിവും ധൈഷണിക മികവും എല്ലാം കാരണം. അത് മാത്രമല്ല നല്ലൊരു ഭക്തനും കൂടെ ആയിരുന്നു. അതായത് ജാഹിലിയ മതത്തിൽ നല്ല ഭക്തിയുള്ള മതചിഹ്നങ്ങളെല്ലാം അങ്ങേയറ്റം ആദരിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെ ഖുറൈശികൾ പറഞ്ഞേക്കാണ്. അങ്ങനെ ഇദ്ദേഹം മക്കയിൽ നിന്നും ഹുദൈബിയയിലേക്ക് റസൂലുള്ളാഹിനോട് സംസാരിക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അയാൾ വളരെ ദൂരെ നിന്നും വരുന്നത് കണ്ട ഉടനെ റസൂലുള്ളാഹി അനുയായികളിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, അവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഭക്തനായിട്ടുള്ള വ്യക്തിയാണ് വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ബലിമൃഗങ്ങളെയും മറ്റുമെല്ലാം മുന്നോട്ട് കൊണ്ടുവരിക. അതേപോലെ തന്നെ നിങ്ങൾ അത്യുച്ചത്തിൽ തൽബിയത്തും വിളിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ ഭക്തനായിരുന്നു. ഇപ്പോൾ ജാഹിലിയ മതത്തിലും അവർക്കും ഹജ്ജ് ഉംറയെല്ലാം അവരുടേതായിട്ടുള്ള രൂപത്തിൽ അവർ നിർവഹിച്ചിരുന്നു. അപ്പോൾ അതേപോലെ തന്നെ മത ആചാരങ്ങൾ അല്ലെങ്കിൽ മതചിഹ്നങ്ങളെ ഇയാൾ അങ്ങേയറ്റം ആദരിച്ചിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഭാഗത്ത് സൂചിപ്പിച്ചൊരു പോയിന്റ് ആവർത്തിക്കാണ്. ബലിമൃഗങ്ങളെ പ്രത്യേക രൂപത്തിൽ അവർ അലങ്കരിച്ചിരുന്നു. ആ ഖലാഇദ് അല്ലെങ്കിൽ ഇശ്ആർ, സൂറത്ത് മാഇദയുടെ 97-ാമത്തെ വചനം കഴിഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു. അവർ പ്രത്യേക രൂപത്തിൽ ബലിമൃഗങ്ങളെ നാടയും അല്ലെങ്കിൽ വട എല്ലാം കെട്ടി അലങ്കരിച്ച അത്തരം മൃഗങ്ങൾ, അവിടെയുള്ള കൊള്ള സംഘങ്ങൾ പോലും അതിനെ ആക്രമിച്ചിരുന്നില്ല. അപ്പോൾ ഈ ബലിമൃഗങ്ങളെയും അതേപോലെ തന്നെ തൽബിയത്ത് ചെല്ലുന്ന ഇത്രയും മുസ്ലിങ്ങളെല്ലാം കണ്ട സമയത്ത് അയാൾക്ക് കാര്യം മനസ്സിലായ അയാൾ ഒരക്ഷരം പോലും റസൂലുള്ളാഹിനോട് സംസാരിക്കാതെ ഉടനെ തന്നെ മക്കയിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. അപ്പോൾ അവിടെ ആളുകളുമായിട്ട് ഇടപഴകുന്ന കാര്യത്തിൽ റസൂലുള്ളാഹിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു മനഃശാസ്ത്രപരമായിട്ടുള്ള സമീപനമാണ് അവിടെ നമ്മൾ കാണുന്നത്. ഒരു സംസാരം പോലും ആവശ്യമായിട്ട് വരുന്നില്ല. അപ്പോൾ ഓരോ ആളുകളെ മനസ്സിലാക്കി അവർക്ക് വേണ്ട രൂപത്തിലുള്ള മെസ്സേജ് റസൂലുള്ളാഹി അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു ഉദ്ധരണിയിൽ പറയുന്നുണ്ട്, ഉമിർനാൻ നുക്കല്ലിമന്നാസ് അലാ ഖദ്രി ഉഖൂലിഹിം. അതായത് ഓരോ ആളുകളുടെയും ആ ലെവല്, അവരുടെ ആ ബുദ്ധിക്ക് അല്ലെങ്കിൽ അവരുടെ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അവരോട് സംസാരിക്കേണ്ടതെന്നുള്ളത്. അത് റസൂലുള്ളാഹിൻ്റെ ഏറ്റവും വലിയ മാതൃക ആ സീറയിൽ ഉടനീളം കാണാൻ സാധിക്കും. ഇപ്പോൾ റസൂലുള്ളാഹി കുട്ടികളായിട്ട് ഇടപഴകിയ രൂപം, യാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, തമാശ രൂപത്തിൽ കുട്ടികളോട് സംസാരിക്കുന്ന റസൂലുള്ളാഹിനെ കാണും. അതേസമയം യുവാക്കളായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഇപ്പോൾ ജാബിർ ബിൻ അബ്ദുല്ലാ റളിയല്ലാഹു അൻഹു ആയിട്ട് റസൂലുള്ളാഹി നടത്തിയ സംഭാഷണം നേരത്തെ നമ്മൾ സീറയിൽ പറഞ്ഞിരുന്നു. അത് യുവാക്കളുടെ ലെവലിനനുസരിച്ച് റസൂലുള്ളാഹി സംസാരിച്ചു. അതേപോലെ തന്നെ ഉപദേശങ്ങൾ തേടി വരുന്ന പല ആളുകൾക്കും എല്ലാ ആളുകൾക്കും ഒരേ രൂപത്തിലുള്ള മറുപടി അല്ല റസൂലുള്ളാഹി നൽകിയതായിട്ട് കാണുക. ഒരാളോട് ലാ തഗ്ലബ്, അതല്ലെങ്കിൽ മറ്റൊരാളോട് മറ്റൊരു രൂപത്തിലുള്ള ഉപദേശം. ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള കർമ്മം ഏതാണെന്ന് മൂന്നാൾ ചോദിക്കുന്ന സമയത്ത് ഒരേ മറുപടിയല്ല, വ്യത്യസ്ത മറുപടികളാണ് റസൂലുള്ളാഹി നൽകിയതായിട്ട് കാണുക. അപ്പോൾ ഓരോ ആളുകളുടെ ആ ലെവലിനനുസരിച്ച് അവരുടെ ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണ് അവരോട് സംസാരിക്കേണ്ടത്. അതിൻ്റെ ഏറ്റവും നല്ല മാതൃകയാണ് ഇവിടെയും നമ്മൾ കാണുന്നത്. അയാളുടെ ആ ഒരു വീക്ക്നെസ് മനസ്സിലാക്കി അല്ലെങ്കിൽ അയാളുടെ താല്പര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് റസൂലുള്ളാഹി അതുവഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ്. അങ്ങനെ ഹുലൈസ് ഇബ്നു അൽഖമ ഒരക്ഷരം സംസാരിക്കാതെ തന്നെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കി മക്കയിലെ ഖുറൈശികളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്താണ്. അവിടെ എത്തി ഖുറൈശികളോട് ശക്തമായിട്ട് അദ്ദേഹം കോപിക്കുന്നുണ്ട്. ഖുറൈശികളെ, നിങ്ങൾ എന്ത് കാര്യത്തിനാണ് അവരെ തടഞ്ഞു വെച്ചിട്ടുള്ളത്? അത്രയും ആളുകൾ ഉംറയ്ക്ക് വേണ്ടി വന്നതാണ്, അവരുടെ മുഴുവൻ ബലിമൃഗങ്ങളെല്ലാം നിങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇത് നിങ്ങൾ ചെയ്യാൻ പാടില്ല, ഇത് നിങ്ങൾ ചെയ്യുന്നത് അനീതിയാണെന്നെല്ലാം അദ്ദേഹം അവരോട് കോപിച്ചു. അപ്പം അവരും മറുത്ത് സംസാരിക്കാൻ തുടങ്ങി. അവർ തമ്മിലൊരു സംവാദം തന്നെ അവിടെ നടക്കുകയാണ്. ഇപ്പോൾ ഖുറൈശികൾ ദേഷ്യപ്പെട്ട് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളാരാണ് ഞങ്ങളെ ഉപദേശിക്കാൻ? ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റാണ് നിങ്ങളെ പറഞ്ഞയച്ചത്. അപ്പോൾ ചിന്തിക്കണം, അദ്ദേഹം അവിടെ മറ്റുള്ളവരാലെല്ലാം ആദരിക്കപ്പെട്ട ഒരു ഗോത്ര നേതാവാണ്. അദ്ദേഹത്തോടാണ് ഈ രൂപത്തിൽ ഇൻസൾട്ട് ചെയ്യുന്ന രൂപത്തിൽ അപമര്യാദയായിട്ട് ഖുറൈശികൾ സംസാരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിന് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, വല്ലാഹി ഇനി ഒരിക്കലും അഹാബീഷ്, അതായത് അവിടെയുള്ള ആ ഗോത്രങ്ങളൊന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല, നിങ്ങൾക്കുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പിൻവലിക്കുകയാണ്. ഇപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഇജ്ലിസ് ഫഇന്നമാ അൻത അറാബിയുൻ ലാ ഇൽമലക്, അവിടെ ഇരിക്ക്, നിങ്ങളൊരു അറാബി മാത്രമാണ്, നിങ്ങൾക്ക് ഒരു അറിവുമില്ല. ആ രൂപത്തിലും അവർ സംസാരിക്കുകയാണ്. അതോടുകൂടി അദ്ദേഹം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ്.
അതോടുകൂടി അയാളെയും പിണക്കി ഖുറൈശികൾ പറഞ്ഞേക്കാണ്. അപ്പോൾ നേരത്തെ പോയ ആളുകളെല്ലാം ഒരേ സ്വരത്തിൽ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സപ്പോർട്ട് ചെയ്താണ് അവർ സംസാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കണ്ടു നിന്ന ആ സദസ്സിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ടൊരു വ്യക്തി ഉർവ ബിൻ മസ്ഊദ് അസ്സഖഫി, ഇദ്ദേഹം ആ സദസ്സിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഖുറൈശികളെ, നിങ്ങളിതിൻ്റെ പേരിൽ ഇങ്ങനെ പരസ്പരം തമ്മിലടിച്ചുകൊണ്ട് കാര്യമില്ല. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ പറയാം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എന്നെ നിങ്ങൾക്കറിയാമല്ലോ, അദ്ദേഹം ബനു സഖീഫ് ഗോത്രക്കാരനായിരുന്നു, ത്വായിഫുകാരനാണ്. ത്വായിഫിലുള്ള ആ സഖീഫ് ഗോത്രക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ മാതാവ് ഖുറൈശിയാണ്. അതാണ് ഖുറൈശികളായിട്ടുള്ള അദ്ദേഹത്തിനുള്ള ബന്ധം. അതുമാത്രമല്ല, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗത്ത് പ്രധാനപ്പെട്ട നിരവധി രാജാക്കന്മാരുടെ കൊട്ടാരത്തിലേക്കെല്ലാം അംബാസിഡറായിട്ട് എമിസറി ആയിട്ടെല്ലാം പോയി നല്ല എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് പോയി മുഹമ്മദായിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കട്ടെ, അദ്ദേഹത്തെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. അപ്പം അവരൊന്നറങ്ങ മൂളാണ്. കാരണം ഈ ബനു സഖീഫ് ഗോത്രം ത്വായിഫിൽ അവരായിരുന്നു ലാത്ത് വിഗ്രഹത്തിൻ്റെ സൂക്ഷിപ്പുകാർ. അതേപോലെ തന്നെ അറേബ്യയിൽ ഏവരാലും ആദരിക്കപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളിലൊന്നാണ് ഈ ഉർവ ബിൻ മസ്ഊദ് സഖഫി. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പോലും പരോക്ഷമായിട്ട് അദ്ദേഹത്തെ ഖുർആൻ പ്രതിപാദിക്കുന്നുണ്ട്. സൂറത്ത് സുഖ്റുഫിൻ്റെ 31-ാമത്തെ വചനത്തിൽ വഖാലു ലൗലാ നുസ്സില ഹാദൽ ഖുർആനു അലാ റജുലിൻ മിൻ ഖറിയതൈനി അളീം. ഈ ഖുർആൻ എന്തുകൊണ്ടാണ് പ്രധാനപ്പെട്ട ആ 2 പട്ടണങ്ങളിലുള്ള മഹാന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ മീത് അവതരിക്കാഞ്ഞത്? ഇത് അവിടെയുള്ള അവിശ്വാസികൾ പരിഹാസത്തോടുകൂടെ ചോദിച്ച ചോദ്യമാണ് അള്ളാഹു കോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ആ 2 പട്ടണങ്ങൾ എന്നുള്ളതിൻ്റെ വിവക്ഷ തഫ്സീറുകളിൽ കാണാൻ സാധിക്കും. ഒന്ന് മക്കയും മറ്റൊന്ന് ത്വായിഫുമാണ്. അപ്പോൾ അവിടെയുള്ള മഹാന്മാരായിട്ടുള്ള പുരുഷർ എന്നുള്ളതിൻ്റെ ഉദ്ദേശം തഫ്സീറുകളിൽ കാണാം. ഒന്ന് മക്കയിലുണ്ടായിരുന്ന വലീദ് ബിൻ മുഗീറയാണ്, അത് ഖാലിദ് ബിൻ വലീദിൻ്റെ എല്ലാം പിതാവ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ത്വായിഫിലുണ്ടായിരുന്ന സഖീഫ് ഗോത്രത്തിൻ്റെ തലവൻ ഉർവ ബിൻ മസ്ഊദ് അസ്സഖഫിയാണ്. അപ്പോൾ അവർ പരിഹാസത്തോടുകൂടെ ഇത്രയും പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഉണ്ടായിരിക്കെ അവർക്കൊന്നും നൽകാതെ ഈ മുഹമ്മദിനാണോ സല്ലല്ലാഹു അലൈഹി വസല്ലം, നഊദു ബില്ലാഹ്, അദ്ദേഹത്തിനാണോ ഖുർആൻ നൽകിയതെന്ന് അവർ പരിഹാസത്തോടുകൂടെ ചോദിക്കുകയാണ്. അതാണ് അള്ളാഹു ഇവിടെ കോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ആയത്തിൽ പറയുന്ന വ്യക്തി പരോക്ഷമായിട്ട് അള്ളാഹു വിഭക്ഷിക്കുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉർവ ബിൻ മസ്ഊദ് അസ്സഖഫിയാണ്. അങ്ങനെ ഇദ്ദേഹം റസൂലുള്ളാഹിയുമായിട്ട് സംസാരിക്കാൻ വേണ്ടി ഹുദൈബിയയിലേക്ക് പുറപ്പെടുകയാണ്. അപ്പോൾ പോകുന്ന സമയത്ത് അവസാനമായിട്ട് ഖുറൈശികൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരല്പം മുഹമ്മദിനെ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകോപിപ്പിക്കുന്ന രൂപത്തിലൊക്കെ സംസാരിച്ചു നോക്കുക. കാരണം എന്തെങ്കിലും ഗൂഢപദ്ധതികൾ അകത്തുണ്ടെങ്കിൽ അത് പുറത്ത് ചാടിക്കാൻ വേണ്ടി. അപ്പോൾ ആ രൂപത്തിലുള്ള നിർദ്ദേശങ്ങളെല്ലാം നൽകി ഈ ഉർവ ബിൻ മസ്ഊദ് അവിടെ നിന്നും പുറപ്പെടുകയാണ്. ഈ ഉർവ അദ്ദേഹം സുമുഖനായിരുന്നു, ഏകദേശം ഒരു ശാരീരിക രൂപം. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി പറയുന്നുണ്ട്, മിഅ്റാജ് യാത്രയിൽ റസൂലുള്ളാഹി വാനലോകത്ത് വെച്ച് പൂർവ്വ പ്രവാചകന്മാരെല്ലാം കണ്ട സമയത്ത് അവിടെ വെച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെപ്പോലെയാണ് റസൂലുള്ളാഹി പറയുന്നുണ്ട്. അതേപോലെ തന്നെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, മനുഷ്യരൂപത്തിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ദിഹ്യ അൽ കൽബി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ പോലെയാണ്. ശേഷം റസൂലുള്ളാഹി ഹദീസിൽ പറയുന്നുണ്ട്, ഞാൻ ഈസ ബിൻ മറിയം ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ കണ്ടു, അദ്ദേഹം ഉർവ ബിൻ മസ്ഊദ് അസ്സഖഫിയെ പോലെയാണ്. അപ്പോൾ സുമുഖനായിരുന്നു അദ്ദേഹം. അപ്പോൾ വാളെല്ലാം കയ്യിലെടുത്ത് അദ്ദേഹം കുതിരപ്പ് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് അദ്ദേഹം ഹുദൈബിയയിലേക്ക് എത്തുകയാണ്. അപ്പോൾ വാളും കയ്യിലേന്തി ആ ഉർവയുടെ ആ വരവ് കണ്ട സമയത്ത് അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ മുഴുവൻ റസൂലുള്ളാഹിൻ്റെ ചുറ്റും കൂടി നിന്ന് റസൂലുള്ളാഹിനെ സംരക്ഷിക്കാൻ വേണ്ടി. അക്കൂട്ടത്തിൽ പ്രധാനമായിട്ട് റസൂലുള്ളാഹിൻ്റെ തൊട്ടടുത്ത് ഒരു പേഴ്സണൽ ബോഡി ഗാർഡ് പോലെ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു, അദ്ദേഹവും റസൂലുള്ളാഹിൻ്റെ സമീപത്തുണ്ടായിരുന്നു. ആ പേര് നോട്ട് ചെയ്യാൻ ഇൻഷാ അല്ലാഹ് അദ്ദേഹത്തിലേക്ക് പിന്നീട് വരും. അങ്ങനെ ഉർവ റസൂലുള്ളാഹിനെ സമീപിച്ച് സംസാരിക്കാൻ തുടങ്ങി. ആദ്യമായിട്ട് റസൂലുള്ളാഹിൻ്റെ ആ പദ്ധതിയെ സംബന്ധിച്ച് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടി വന്നതാണ്? അപ്പോൾ റസൂലുള്ളാഹി മറ്റുള്ള ആളുകളോട് പറഞ്ഞ അതേ മറുപടി അവിടെ വീണ്ടും ആവർത്തിച്ചു, ഞങ്ങൾ ഉംറയ്ക്ക് വേണ്ടി വന്നതാണ്, യുദ്ധമൊന്നും ഞങ്ങളുടെ ലക്ഷ്യമല്ല. ആ സമയത്ത് ഈ ഉർവ ബിൻ മസ്ഊദ് ആ ചുറ്റുമൊന്ന് അവിടെയുള്ള ആളുകളെ മുഴുവൻ നോക്കി. ശേഷം റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം സമൂഹത്തെ, സ്വന്തം കുടുംബത്തെ, അതായത് ഖുറൈശികളെ യുദ്ധം ചെയ്ത് നശിപ്പിക്കാനാണ് നിങ്ങളുടെ പദ്ധതിയെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടോ? വേറെ ആരെങ്കിലും മുമ്പ് ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടുണ്ടോ? സ്വന്തം കുടുംബമായിട്ട് നിങ്ങൾ യുദ്ധം ചെയ്യുകയാണ്, അതും കൂടെ കൂടിയിട്ടുള്ളത്, സ്വന്തം ഗോത്രത്തെ തള്ളി നിങ്ങൾ കൂടെ കൂട്ടിയിട്ടുള്ളത് ജമാഅത്ത് ഔബാഷന്നാസ്, കുറേ ആളുകളുടെ ഒരു കൂട്ടം. അതായത് ഉർവ അവിടെ നോക്കിയ സമയത്ത് ഒരു ബസ് സ്റ്റാൻഡ് അല്ലെങ്കിൽ ഒരു റെയിൽവേ സ്റ്റേഷൻ പോലെ നിരവധി ആളുകളുടെ ഒരു മിക്സറാണ് അവിടെ കാണുന്നത്. വ്യത്യസ്ത നിറങ്ങളിലുള്ള അല്ലെങ്കിൽ വ്യത്യസ്ത ജാതി അല്ലെങ്കിൽ വ്യത്യസ്ത ഗോത്രത്തിലുള്ള പേർഷ്യക്കാരുണ്ട്, അബസീനക്കാരുണ്ട്, അറബികളുണ്ട്, അതേപോലെ തന്നെ ധനികരുണ്ട്, ദരിദ്രരുണ്ട്, എല്ലാ ആളുകളുടെ ഒരു മിക്സറാണ് അവിടെ കാണുന്നത്. ഇപ്പോൾ സ്വന്തം ഗോത്രത്തെ തള്ളി ഇതേ രൂപത്തിൽ കുറേ ആളുകളെ നിങ്ങൾ പെറുക്കി കൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉർവയെ സംബന്ധിച്ചിടത്തോളം ആ ജാഹിലിയ ഗ്ലാസ്സിലൂടെ നോക്കുന്ന സമയത്ത് അതൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ആ ജാഹിലിയത്തിൽ അവരെ കോർത്തിണക്കി ഏക
നൂലെന്നുള്ളത് ആ ഗോത്രമഹിമ അല്ലെങ്കിൽ ഗോത്രം മാത്രമായിരുന്നു. അതല്ലാത്ത ഇസ്ലാമിൻ്റെ അഹുവത്ത്, ആ സാഹോദര്യത്തെ സംബന്ധിച്ച് ഉറുവക്ക് ഈ സമയത്ത് അറിയില്ല. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു അജ്ഞത കാരണമാണ് അയാൾ ഈ രൂപത്തിൽ സംസാരിക്കുന്നത്. ശേഷം ഉറുവ ആ സംസാരം തുടരാണ്. നിങ്ങൾ സ്വന്തം ജനതയെ ഉപേക്ഷിച്ച് ഇതേ രൂപത്തിൽ ഒരുപാട് ആളുകളെ കൂടെ കൂട്ടിയിരിക്കുകയാണ്. ഇവരുടെ ആ മട്ടും മാതിരെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ദുരന്തം വന്നാൽ ആദ്യം നിങ്ങൾ ഇട്ടേച്ചു പോവുക ഇവരൊക്കെ ആകും. സ്വന്തം ജീവനേക്കാളേറെ റസൂലുള്ളാഹിനെ സ്നേഹിച്ച സ്വഹാബികളെ സംബന്ധിച്ചാണ് ഈ പറയുന്നത്. ഉഹുദിൻ്റെ ചരിത്രം നമ്മൾ ഒരല്പം മുമ്പ് പറഞ്ഞതാണ്. റസൂലുള്ളാഹിക്കെതിരെ വന്ന അമ്പുകൾ ശരീരം കൊണ്ട് തടുത്ത് 70ഓളം അമ്പുകൾ വാങ്ങിയ, അതല്ലെങ്കിൽ മറ്റൊരു ചരിത്രം ഓർക്കുന്നുണ്ടാകും, ഒരു സ്വഹാബിയെ ശത്രുക്കൾ പിടിച്ചു കൊണ്ടുപോയി അദ്ദേഹത്തെ ഇഞ്ചിഞ്ചായിട്ട് വധിച്ച സമയത്ത് അവർ ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ സ്ഥാനത്ത് മുഹമ്മദ് ആയിരുന്നെങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം പറയുന്നുണ്ട്, എന്നെ ഈ രൂപത്തിൽ നിങ്ങൾ 100 തവണ വധിച്ചാലും റസൂലുള്ളാഹിൻ്റെ മേത്ത് ഒരു മുള്ള് തറക്കുന്നത് എനിക്ക് ഇതിനേക്കാൾ വേദനിക്കുന്നതാണെന്ന് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. ആ രൂപത്തിൽ സ്നേഹിച്ച സ്വഹാബികളെ സംബന്ധിച്ചാണ് ഈ വ്യക്തി പറയുന്നത്. എന്തെങ്കിലും വന്നാൽ അവരിട്ടെറിഞ്ഞു പോകുമെന്നുള്ളതാണ്. ഇപ്പോൾ ഉറുവ സ്വഹാബികൾ ആകമാനം അപമാനിക്കുന്ന രൂപത്തിലുള്ള ഒരു കമൻറ്റ് പറഞ്ഞു തീരും മുമ്പേ ആ സദസ്സിൽ നിന്നും ശക്തമായിട്ടുള്ളൊരു പ്രതികരണം, തികച്ചും നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഭാഷയിൽ ഒരാൾ ഉറുവക്കെതിരെ സംസാരിക്കുന്നുണ്ട്. അത് ആ കൂട്ടത്തിൽ ഏറ്റവും ഈമാനുള്ളൊരു വ്യക്തി. അദ്ദേഹം പറഞ്ഞു, അനഹ്നു നഹ്ഫിറു അൻഹു, ഞങ്ങൾ റസൂലുള്ളാഹിനെ വിട്ടു ഓടുമെന്നാണോ നിങ്ങൾ പറയുന്നത്? ശേഷം അദ്ദേഹം പറയുന്നുണ്ട്, ഉംസുസ് ബി ബദരില്ലാത്ത്. അത് വളരെ മോശമായിട്ടുള്ളൊരു പ്രയോഗമാണ്, അത് ഞാൻ പരിഭാഷപ്പെടുന്നില്ല. ആ രൂപത്തിൽ അദ്ദേഹം പറയാണ്. അതായത് അത് അവർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ആ ദേഷ്യം കാരണം ആ രൂപത്തിൽ ഒരാൾ പ്രതികരിക്കുകയാണ്. ഒരുപക്ഷെ ഉറുവയുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കും അത്രയും മോശമായിട്ടുള്ള രൂപത്തിൽ മുഖത്ത് നോക്കിയ ഒരാൾ പ്രതികരിക്കുന്നത്. അപ്പോൾ ഉറുവ അത്ഭുതത്തോടു കൂടെ ചോദിച്ചു, മൻഹാദ, ആരാണാ പറഞ്ഞത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ഇബ്നു അബി ഖുഹാഫ. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അപ്പം അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് കേട്ട സമയത്ത് ഉറുവ ഒന്ന് തണുക്കുന്നുണ്ട്. ശേഷം അയാൾ പറയുന്നുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി ലൗലാ യദുല്ലക ഇൻദി ലം അജ്സിക ബിഹാ ലഅജബ്തുക്. വല്ലാഹി, അതായത് എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, നിങ്ങൾ നേരത്തെ ചെയ്തു തന്നൊരു ഉപകാരത്തിന് തിരിച്ച് പ്രത്യുപകാരം ചെയ്യാൻ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ല. അതായത് എന്താന്ന് വെച്ചാൽ, ജാഹിലിയ കാലത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉറുവയെ ഏതോ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാമ്പത്തികമായിട്ടോ മറ്റോ സഹായിച്ചിരുന്നു. അപ്പോൾ ആ ഒരു സഹായത്തിന് പ്രത്യുപകാരം ചെയ്യാൻ അദ്ദേഹത്തിന് അവസരം കിട്ടിയിട്ടില്ല. അപ്പം അങ്ങനെ ഒന്നും ഉള്ളതുകൊണ്ട് ഞാനിതിനൊന്നും മറുപടി പറയുന്നില്ലെന്ന് അവിടെ ഉറുവ ബിൻ മസ്ഊദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പോൾ അവിടെയും മനോഹരമായിട്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറ്റുള്ള ആളുകളെ സഹായിക്കുന്നതും അതേപോലെ തന്നെ ഉറുവയുടെ ആ നല്ല മനസ്സും കൂടെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നുണ്ട്. ഏതോ ഒരു കാലത്ത് ചെയ്ത ഉപകാരം അത് ഈ ഒരു സമയത്തും അദ്ദേഹം ഓർക്കുകയാണ്. അങ്ങനെ ഉറുവ ആ സംസാരം തുടരുകയാണ്. റസൂലുള്ളാഹിനെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ആ സംസാരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ ആ താടി ഇങ്ങനെ പിടിച്ച്, അല്ലെങ്കിൽ ആ താടിയിലിങ്ങനെ ഒടിഞ്ഞ്, ആ രൂപത്തിലായിരുന്നു അദ്ദേഹം സംസാരിച്ചത്. അത് ആ കാലഘട്ടത്തിലുള്ളൊരു സമ്പ്രദായമായിരുന്നു. പ്രധാനപ്പെട്ട വിഷയം പറയുന്ന സമയത്ത് ആ താടി പിടിച്ച്, അതല്ലെങ്കിൽ ദേഷ്യം വരുന്ന സമയത്തെല്ലാം ആ താടി പിടിച്ച് സംസാരിക്കുക. അതൊരു അപമര്യാദ കൂടെയാണ്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് ത്വാഹയുടെ 94-ാമത്തെ വചനത്തിൽ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹാറൂൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമെ ദേഷ്യപ്പെട്ട് ആ താടി പിടിക്കുന്ന ആ ഒരു സംഭവം ഖുർആൻ പറയുന്നുണ്ട്. ഇപ്പോൾ ഉറുവ റസൂലുള്ളാഹിൻ്റെ ആ താടി തൊടുന്ന സമയത്തെല്ലാം ആ കൂട്ടത്തിൽ മുന്നിലുണ്ടായിരുന്നൊരു വ്യക്തി, അയാളുടെ മുഖം ക്ലിയർ അല്ല, കാരണം തലയിൽ ഒരു ഇരുമ്പ് തൊപ്പിയെല്ലാം ധരിച്ചിട്ടുണ്ട്. അയാളുടെ വാളിൻ്റെ മറ്റേ തല, അതായത് പിടിഭാഗം കൊണ്ട് ഉറുവയുടെ കയ്യിനിങ്ങനെ കുത്തുന്നുണ്ട്. ഇപ്പോൾ ഉറുവ കൈ വേദനിച്ച് വലിച്ചു, വീണ്ടും തൊടുന്ന സമയത്ത് വീണ്ടും കുത്തും. അവസാനം വീണ്ടും ആ താടി പിടിക്കാൻ പോയ സമയത്ത് അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അംസിക്ക് ഏതൊക്കെ ലിഹ്യത്തി റസൂലുള്ളാഹി ഖബല ലാ തുസിലു ഇലൈക്. അതായത് ഇനി എങ്ങാനും ആ താടിയിൽ പിടിക്കുകയാണെങ്കിൽ പിന്നെ നിനക്ക് എടുക്കാൻ കൈയുണ്ടാവില്ല. ആ രൂപത്തിൽ സംസാരിക്കുകയാണ്. ഉറുവ ഈ പ്രതികരണം കേട്ട് വീണ്ടും ഞെട്ടാണ്. 2ാമത്തെ തവണയാണ്. ഉറുവ ചോദിച്ചു, ആരാണത്? കാരണം അയാളുടെ മുഖം വ്യക്തമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ ഇബ്നു അഖീഖ്, ഇത് നിന്റെ സഹോദരപുത്രനാണ്, മുഗീറ ബിൻ ശുഅബ. അതായത് ഈ കുത്തിയ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഉറുവയുടെ സഹോദരപുത്രനാണ്. അദ്ദേഹം ത്വായിഫിൽ സഖീഫ് ഗോത്രക്കാരനാണ്. ഇസ്ലാം സ്വീകരിച്ച് റസൂലുള്ളാഹിൻ്റെ കൂടെ കൂടിയതാണ്. അത് കേട്ട ഉടനെ ഉറുവ അദ്ദേഹത്തിലേക്ക് തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു, വഞ്ചക, നീ ഉണ്ടാക്കി വെച്ച തലവേദന ഞാൻ ഇന്നലെയാണ് തീർത്തത്, എന്നിട്ട് ഇപ്പോൾ ഈ രൂപത്തിൽ പെരുമാറാണോ? അപ്പോൾ അവിടെ ഉറുവ പറയുന്ന ആ പ്രസ്താവനയുടെ രഹസ്യം മനസ്സിലാകണമെങ്കിൽ നമ്മളിവിടെ ഉദൈബി ഒന്ന് പോസ്റ്റ് ചെയ്ത് നമ്മൾ മുഗീറ ബിൻ ശുഅബ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഫ്ലാഷ് ബാക്ക് നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ മുഗീറ ബിൻ ശുഅബ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് വളരെ കറുത്തൊരു ഭൂതകാലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു പ്രസ്താവന കടന്നു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന സമയത്ത്
അപ്പം അദ്ദേഹം ഉറുവയുടെ അതേ ഗോത്രം ത്വായിഫിലുള്ള ബനു സഖീഫ് ഗോത്രക്കാരനാണ്. അതായത് റസൂലുള്ളാഹിന്റെ അനുചരന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഏക ത്വായിഫിലെ സഖീഫ് ഗോത്രക്കാരൻ ഈ മുഗീറ ബിൻ ശുഅബയാണ്. ഈ സമയത്ത് അദ്ദേഹത്തിന്റെ അപരനാമം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അബൂ ഈസ എന്നുള്ള ആ ഒരു കുനിയാദ്, ആ ഒരു നാമത്തിലായിരുന്നു അദ്ദേഹം അറിയപ്പെട്ടത്. നല്ല ബോഡി മാനാണ്, നല്ല സ്ട്രോങ് ആയിട്ടുള്ള മനുഷ്യനാണ്. അത് മാത്രമല്ല അദ്ദേഹം അതിസമർത്ഥനായിരുന്ന തന്ത്രശാലിയായിരുന്നു. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സാമർത്ഥ്യം സമകാലികനായിട്ടുള്ള ഒരു വ്യക്തി രേഖപ്പെടുത്തുന്നത് ഖുബൈബ് ഇബ്നു ജാബിർ. അദ്ദേഹം പറയുകയാണ്, ഞാൻ ഈ മുഗീറയുമായിട്ട് അടുത്തിടപഴകിയിരുന്നു. 8 വാതിലുകളുള്ള ഒരു നഗരത്തിൽ നിങ്ങൾക്ക് കഷ്ടിച്ച് സൂത്രത്തിൽ ഒരു വാതിലൂടെ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയൂ എന്ന് നിങ്ങൾ കരുതുക. അങ്ങനെയാണെങ്കിൽ മുഗീറ 8ലൂടെയും പുറത്ത് കടന്നിട്ടുണ്ടാവും എന്നുള്ളത്. അത്രയും സമർത്ഥനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഈ മുഗീറ ബിൻ ശുഅബ അദ്ദേഹം ത്വായിഫിലായിരുന്നു. ത്വായിഫിലുള്ള സഖീഫ് ഗോത്രമാണ്. ആ സഖീഫ് ഗോത്രത്തിനായിരുന്നു ആ ലാത്ത് വിഗ്രഹത്തിൻ്റെ പരിപാലനം. ആ രൂപത്തിൽ ജീവിച്ചു വരായിരുന്നു. അങ്ങനെ ഒരിക്കലും അദ്ദേഹം പറയാണ്, മാലിക് ഗോത്രത്തിലുള്ള അവിടെയുള്ള ഒരു മാലിക് ഗോത്രത്തിൽപ്പെട്ട ചില ആളുകൾ, എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ചില ആളുകൾ ഈജിപ്തിലുള്ള മുഖൗഖിസ് രാജാവിൻ്റെ അടുത്തേക്ക് ഒരു സന്ദർശനത്തിന് വേണ്ടി പോവുകയായിരുന്നു. അപ്പോൾ അവരെന്നെയും വിളിച്ചു. അപ്പോൾ എന്നെ വിളിച്ച സമയത്ത് ഞാൻ എൻ്റെ പിതൃവ്യൻ ഉറുവയോട്, അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഉറുവയെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ സുഹൃത്തുക്കൾ പോകുന്നുണ്ട്, എന്നെ അവർ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പിതൃവ്യൻ ഉറുവ അത് വിലക്കി. അദ്ദേഹം പറഞ്ഞു, കുടുംബത്തിൽ നിന്ന് ഒരാളില്ലാതെ അങ്ങനെ പോകുന്നത് ശരിയല്ല, നീ പ്രശ്നമാണെന്ന് പറഞ്ഞ് അയാൾ വിലക്കാൻ ശ്രമിച്ചു. പക്ഷേ അതൊന്നും കേൾക്കാതെ ഞാൻ അവരുടെ കൂടെ ഈജിപ്തിലേക്ക് പോയി. അപ്പോൾ ഞാൻ മാത്രമാണ് ആ കൂട്ടത്തിൽ ഒരു ഇതര ഗോത്രക്കാരനായിട്ടുണ്ടായിരുന്നത്. എല്ലാം മാലിക്കി ഗോത്രക്കാരാണ്. ഏതായിരുന്നാലും ഞങ്ങൾ ദീർഘദൂരം യാത്ര ചെയ്ത് അവസാനം ഈജിപ്തിൽ അലക്സാണ്ട്രിയയിലെത്തി. അവിടെ ഒരു സമുദ്രത്തോട് അഭിമുഖമായിട്ട് നിൽക്കുന്ന ബംഗ്ലാവിലായിരുന്നു മുഖൗഖിസ് രാജാവ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പോയിൻമെൻ്റ് എല്ലാം എടുത്ത് അവസാനം ഞങ്ങൾക്ക് കാണാനുള്ളൊരു അവസരം ലഭിച്ചു. ഞങ്ങൾ മുഴുവൻ ആളുകളും ആ രാജാവിൻ്റെ മുന്നിലെത്തി. ആ സമയത്ത് രാജാവ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങളെല്ലാം മാലിക്കുകാരാണോ, മാലിക്കി ഗോത്രക്കാരാണോ? ഇപ്പോൾ ഗോത്രതലവൻ പറഞ്ഞല്ല, ഒരാൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അയാൾ മറ്റൊരു ഗോത്രമാണ്. ചുരുക്കത്തിൽ ആ രാജാവും സംഘവും എല്ലാം മുഗീറ അവഗണിച്ചു. അത് അദ്ദേഹത്തെ വല്ലാതെ വേദനിപ്പിച്ചു. അത് മാത്രമല്ല, അവസാനം ആ രാജാവ് വളരെ വിലപിടിപ്പുള്ള പാരിതോഷികങ്ങൾ മുഴുവൻ ആളുകൾക്കും നൽകി. ആ സമയത്തും എന്നെ അവഗണിച്ച് എനിക്ക് വില കുറഞ്ഞ എന്തോ ഒരു ഗിഫ്റ്റ് പേരിന് മാത്രം നൽകി. അപ്പം അതിൻ്റെ പേരിൽ, അതായത് ഞാൻ അവിടെ അനുഭവിച്ച അവഗണനയുടെ പേരിൽ എൻ്റെ കൂടെ വന്ന ഒരാളും എന്നോട് സഹതാപം കാണിച്ചതുമില്ല, ആശ്വസിപ്പിച്ചതുമില്ല. അവരെല്ലാം നല്ല സന്തോഷത്തിലാണ്. എനിക്കതിൽ നല്ല ദേഷ്യം ഉണ്ടായിരുന്നു. അങ്ങനെ അവസാനം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് ബുസാഖ് എന്നുള്ളൊരു സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി നിന്നു. ആ സമയത്ത് ഞാൻ ഒരു തലവേദന ഉള്ളതുപോലെ തലക്കൊരു കെട്ടെല്ലാം കെട്ടി രോഗമുള്ളതുപോലെ നടിച്ചു. അപ്പോൾ അവർ മുഴുവൻ മദ്യപിക്കാൻ വേണ്ടി ആ മദ്യമെല്ലാം നിരത്തി എന്നെ ക്ഷണിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് ഞാൻ അതിന് വിസമ്മതിച്ചു. അപ്പോൾ അവർ ഒന്നിനു മീതെ മറ്റൊന്നായി കുടിച്ചു. ഞാൻ അവർക്ക് വേണ്ടതിലധികം സെർവ് ചെയ്ത് കൊടുത്തു. അവർ മുഴുവൻ കുടിച്ച് അവസാനം ബോധം പോയ സമയത്ത് അവരെ മുഴുവൻ വധിച്ച് അവരുടെ ആ മുഴുവൻ സമ്പത്തും കവർന്ന് ഞാൻ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ ഒരല്പകാലം എവിടെയൊക്കെ ഒളിവിലൊക്കെ താമസിച്ച് പിന്നീട് ആ ചെയ്തതിലുള്ള കുറ്റബോധവും മറ്റുമല്ല അദ്ദേഹത്തിനെ വേട്ടയാടാൻ തുടങ്ങി. ആ സമയത്താണ് അദ്ദേഹം ഇസ്ലാമിനെ സംബന്ധിച്ച് കേൾക്കുന്നത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടി മദീനയിലേക്ക് വരികയാണ്. അങ്ങനെ മദീനയിൽ ആ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരിക്കുകയാണ്. സമീപത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ മുഗീറ കയറി വരുന്നത്. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്ന് തുറിച്ചു നോക്കി. നമുക്കറിയാം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം അൻസാബ് വംശാവലിയിൽ അഗ്രഗണ്യനായിരുന്നു. ശേഷം ചോദിച്ചു, നീ ഉറുവയുടെ ജ്യേഷ്ഠൻ്റെ മകനല്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നഅം. എന്തിനാണ് വന്നത്? അപ്പോൾ മുഗീറ പറഞ്ഞു, എനിക്ക് ഇസ്ലാം സ്വീകരിക്കണം. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം സന്തോഷിച്ചു. റസൂലുള്ളാഹി അൽഹംദുലില്ലാഹ്, അള്ളാഹിനെ വാഴ്ത്തി, താങ്കളെ ഇസ്ലാമിലേക്ക് നയിച്ച അള്ളാഹ്ക്ക് സ്തുതി എന്നെല്ലാം പറഞ്ഞ് ആ ഷഹാദത്തിൻ്റെ ആ പദങ്ങൾ റസൂലുള്ളാഹി ചൊല്ലിക്കൊടുത്തു. ആ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിച്ചു, നിങ്ങളിപ്പോൾ മിസ്റിൽ നിന്നാണോ വരുന്നത്? മാ ഫഅലൽ മാലിക്കിയൂൻ, നിങ്ങളുടെ കൂടെയുള്ള മാലിക്കി ഗോത്രക്കാർ അവർക്ക് എങ്ങനെയുണ്ട്? അതായത് ആ ചോദ്യം വഴി ഇതൊക്കെ ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു സൂചന കൂടെ അദ്ദേഹത്തിന് നൽകുകയാണ്. ഇപ്പോൾ മുഗീറ പറഞ്ഞു, അതെ, എനിക്ക് അങ്ങനെയൊക്കെ പറ്റിപ്പോയി, അതിലുള്ള പശ്ചാത്താപം കാരണമാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് മാത്രമല്ല, എനിക്ക് കിട്ടിയ സമ്പത്ത് മുഴുവനും ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പിൽ അതെല്ലാം വെച്ചു. അത് നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹിക്ക് വെച്ചു. അതെല്ലാം കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു പശ്ചാത്താപം വളരെ ആത്മാർത്ഥമായിരുന്നു എന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമ്മാ ഇസ്ലാമുക ഫനഖ്ബലുഹു, നിങ്ങളുടെ ഇസ്ലാം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ വലാ ആഖുദു മിൻ അംവാലിഹിം ഷൈഅ, നിങ്ങൾ കൊണ്ടുവന്ന ഈ സമ്പത്തൊന്നും ഞങ്ങൾക്ക് വേണ്ടതില്ല. കാരണം ലിഅന്ന ഹാദാ ഗുദർ വലാ ഖൈറ ഫിൽ ഗുദർ, ഇത് നിങ്ങൾ ചതിയിലൂടെ വഞ്ചനയിലൂടെ എടുത്തതാണ്. ആ വഞ്ചനയിൽ അല്ലെങ്കിൽ അത്തരത്തിൽ ലഭിക്കുന്ന ആ സ്വത്തിൽ യാതൊരു നന്മയില്ല, അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് വേണ്ടതില്ല. റസൂലുള്ളാഹി പറയാണ്, നിങ്ങളുടെ ഇസ്ലാമൊക്കെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ഉണ്ടാക്കി വെച്ച ആ കാര്യങ്ങൾ അത് നിങ്ങൾ തന്നെ ഡീൽ ചെയ്യേണ്ടതുണ്ട്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് തന്നെ വിട്ടുകൊടുക്കുകയാണ്. അപ്പോൾ അവിടെ സാന്ദർഭികമായിട്ടൊരു സൈഡ് പോയിന്റ്, പലപ്പോഴും വിമർശകരായിട്ടുള്ള ആളുകൾ റസൂലുള്ളാഹിക്കെതിരെ ഉന്നയിക്കാറുള്ള ഒരു വിമർശനം, നഊദു ബില്ലാഹ്, റസൂലുള്ളാഹി നിരവധി ഗോത്രങ്ങളെ കൊള്ളയടിച്ച സ്വത്ത് കവർന്നു എന്നല്ല അവർ പറയാറുണ്ട്. അപ്പം അതിനെല്ലാം യഥാർത്ഥത്തിൽ ഓരോ കോണ്ടെക്സ്റ്റ് ഉണ്ട്. സീറ നമ്മൾ കേൾക്കുന്ന സമയത്ത് അത് മനസ്സിലാകും.
ഖുറൈശികൾ മുസ്ലിങ്ങളെ മുഴുവൻ സമ്പത്തെല്ലാം കവർന്ന് അവിടെ നിന്നും പുറത്താക്കിയതിന് ശേഷമാണ് ഖുറൈശികളെ റസൂലുള്ള ടാർഗറ്റ് ചെയ്യുന്നത്. അതേപോലെ മുസ്ലിങ്ങൾക്കെതിരെ രഹസ്യ ആക്രമണങ്ങൾ പദ്ധതി ചെയ്യുന്ന ഗോത്രങ്ങളെയാണ് റസൂലുള്ള ആക്രമിക്കുന്നത്. അതല്ലാതെ വെറും സമ്പത്ത് കൊള്ളയടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമായിരുന്നെങ്കിൽ ഇവിടെ കൂളായിട്ട് റസൂലുള്ള അത് സ്വീകരിക്കുമായിരുന്നു. പക്ഷേ റസൂലുള്ള പറയാണ് ഇത് വഞ്ചനയിലൂടെ നിങ്ങൾ എടുത്തതാണ്, അത് വേണ്ടാന്ന് പറഞ്ഞ് റസൂലുള്ള തിരിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വളരെ കൃത്യമായിട്ട് അതിലൂടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാകുന്നുണ്ട്. ഏതായിരുന്നാലും ഈ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് പിന്നീട് റസൂലുള്ളാഹിന്റെ കൂടെ മദീനയിൽ ജീവിക്കുകയാണ്. മറുവശത്ത് ഈ മുഗീറ വന്നതിന് ശേഷം ത്വായിഫിലുള്ള മാലിക്കി ഗോത്രവുമായിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കി, അവരോട് മാപ്പ് പറഞ്ഞതും അവർക്ക് വേണ്ട നഷ്ടപരിഹാരം എല്ലാം നൽകി അതെല്ലാം സെറ്റിൽ ചെയ്യുന്നത് പിതൃവനായിരുന്ന ഉർവ ബിൻ മസ്ഊദാണ്. അതാണ് യഥാർത്ഥത്തിൽ ഹുദൈബിയയിൽ അദ്ദേഹം പറയുന്ന ആ പ്രസ്താവനയുടെ പിന്നിലുള്ള പൊരുൾ. അതായത് നീ വന്നതിന് ശേഷം നീ ഉണ്ടാക്കിയ തലവേദന മുഴുവൻ ഞാനാ തീർത്തത്, എന്നിട്ടിപ്പോൾ ഈ രൂപത്തിൽ പറയാണോ എന്നാണ് ഉർവ ചോദിച്ചത്. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇതാണ്. ഇൻഷാ അല്ലാഹ് ഹുദൈബിയയുടെ തുടർന്നുള്ള ചരിത്രത്തിലേക്ക് വരാം. അതിനു മുമ്പ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം ഒന്ന് ഹൈലൈറ്റ് ചെയ്യേണ്ടതുണ്ട്. ഹുദൈബിയയ്ക്ക് ശേഷം പിന്നീട് വരുന്ന എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു അസാമാന്യമായിട്ടുള്ള ധീരതയും ആ ത്യാഗസന്നദ്ധതയെല്ലാം മരണം വരെ അദ്ദേഹം നിലനിർത്തുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ ജീവിതകാലത്ത് അവസാനം ഈ ത്വായിഫിലുള്ള സഖീഫ് ഗോത്രം അവർ മുസ്ലിങ്ങളായ സമയത്ത് അവരുടെ ആ വിഗ്രഹം ലാത്ത് വിഗ്രഹത്തെ അതിനെ തകർക്കാൻ റസൂലുള്ള പറഞ്ഞയക്കുന്നത് മുഗീറയാണ്. അതേപോലെ തന്നെ റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം പ്രധാനപ്പെട്ട 2 യുദ്ധങ്ങൾ യർമൂക്കിലും ഖാദിസിയയിലും അതിൽ 2ലും അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഉമർ ഉൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹത്തിൻ്റെ ആ ഒരു സാമർത്ഥ്യമെല്ലാം കാരണം ഉമർ റളിയല്ലാഹു അൻഹു ആദ്യം ബസ്രയിലും പിന്നീട് കൂഫയിലും അദ്ദേഹത്തിന് ആ ഗവർണർ സ്ഥാനം നൽകുന്നുണ്ട്. അതിൽ ഇദ്ദേഹത്തിൻ്റെ ഖാദിസിയ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുന്ന മനോഹരമായിട്ടുള്ള രംഗമുണ്ട്. ഖാദിസിയ യുദ്ധത്തിൻ്റെ ഒരല്പം മുമ്പ് മുസ്ലിം സൈന്യാധിപനായിരുന്ന സഅദ് ബിൻ അബി വക്കാസ് റളിയല്ലാഹു അൻഹു തൻ്റെ പ്രതിനിധിയായിട്ട് ആ റുസ്തം, ആ പേർഷ്യൻ സൈന്യാധിപൻ റുസ്തത്തിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞയക്കുന്നത് മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹുവിനെയാണ്. അപ്പോൾ ആ പേർഷ്യൻ സാമ്രാജ്യം, ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യം, അവരുടെ ആസ്ഥാനം അത്യാഡംബരങ്ങളാൽ മാനമുട്ട ഉയർന്നു നിൽക്കുന്ന ആ ഒരു കൊട്ടാരത്തിലേക്ക് വളരെ യാതൊരു കൂസലുമില്ലാതെ ഒരു സാധാരണ അറബി വേഷത്തിൽ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു കയറി ചെല്ലുന്നുണ്ട്. ആ സൈന്യാധിപനായിരുന്ന റുസ്തം അയാൾ സ്വർണം കൊണ്ടും അതേപോലെ തന്നെ നിരവധി വിലപിടിപ്പുള്ള വജ്രവും മറ്റുമെല്ലാം വെച്ച് അലങ്കരിച്ച ഒരു കട്ടിൽ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മുഗീറ റളിയല്ലാഹു അൻഹു നേരെ പോയി ആ റുസ്തത്തിൻ്റെ അടുത്ത് അവിടെ ചാരി അങ്ങോട്ടിരുന്നു. ഇതൊന്നും അദ്ദേഹം ശ്രദ്ധിക്കുന്ന പോലുമില്ല. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പരിചാരന്മാർ, കാവൽക്കാർക്ക് അവർക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവർ ഉടനെ പോയി അദ്ദേഹത്തെ അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. ആ സമയത്ത് മുഗീറ റളിയല്ലാഹു അൻഹു ഒരല്പം പരിഹാസത്തോടു കൂടെ അവരോട് പ്രതികരിക്കുന്നുണ്ട്. ഞാൻ കരുതി നിങ്ങൾക്കൊരല്പം ബുദ്ധിയും സംസ്കാരമെല്ലാം ഉണ്ട് എന്നുള്ളത്. ഇതാണോ നിങ്ങളുടെ ആതിഥ്യ മര്യാദ? നിങ്ങൾ ഒരാളിങ്ങനെ ദിവ്യത്വം ചമഞ്ഞിരിക്കുക, അയാളുടെ ചുറ്റുള്ള ആളുകളെല്ലാം തലകുനിച്ച് അടിമകളായിട്ട് നിൽക്കുക. ഞങ്ങൾ മുസ്ലിങ്ങൾ ഈ രൂപത്തിലൊന്നല്ല, ഞങ്ങൾ പരസ്പരം അടിമകളാക്കാറില്ല. നിങ്ങൾ ഞങ്ങളെപ്പോലെ സ്വന്തം സഹോദരങ്ങളോട് സമത്വം കാണിക്കുന്ന ആളുകളാണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു പോയി, അതുകൊണ്ടാണ് ഞാൻ വന്നിരുന്നത് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അത് കേട്ട സമയത്ത് പേർഷ്യൻ സൈന്യാധിപൻ റുസ്തത്തിന് അങ്ങേറ്റ ലജ്ജ തോന്നി അവസാനം അയാൾ മാപ്പ് ചോദിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മുഗീറ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ആ ചോദ്യം എല്ലാ അർത്ഥത്തിലും ആ സദസ്സിനെ ചിന്തിപ്പിക്കുന്ന രൂപത്തിലായിരുന്നു. അപ്പം അത് കേവലം വെറുമ്പാക്കായിരുന്നില്ല, ആ രൂപത്തിൽ തന്നെയാണ് മുഗീറ മദീനയിൽ കണ്ട് ശീലിച്ചത്. അവരുടെ നേതാവായിരുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികൾക്കിടയിൽ ഇരിക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ആരെങ്കിലും വന്നാൽ മൻ മിൻകും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കൂട്ടത്തിൽ ഏതാണ് മുഹമ്മദ് എന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കേണ്ട അവസ്ഥയിലായിരുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരിൽ ഒരാളായിട്ട് അവരുടെ വസ്ത്രമെല്ലാം ധരിച്ച് അവരോടൊപ്പം ജീവിച്ചിരുന്നു. അതിന് നേർവിരുദ്ധമായിട്ടുള്ളൊരു ചിത്രമാണ് ഇവിടെ കൊട്ടാരത്തിൽ കണ്ടത്. അതിനെ മുഗീറ ബിൻ ശുഅബ റളിയല്ലാഹു അൻഹു ഈ രൂപത്തിൽ ചോദ്യം ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഹുദൈബിയയുടെ ചരിത്രത്തിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അപ്പോൾ നേരത്തെ റസൂലുള്ളാഹിയായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉർവ ബിൻ മസ്ഊദ് മുഗീറ ബിൻ ശുഅബയെ സംബന്ധിച്ച് പറഞ്ഞ ആ ഒരു പ്രസ്താവന, അതിൻ്റെ പിന്നിലുള്ള ചരിത്രമാണ് നമ്മൾ ടാൻജൻ്റായിട്ട് ഇത്രയും നേരം വിശദീകരിച്ചു കൊണ്ടിരുന്നത്. ഇപ്പോൾ ഉർവ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ മുസ്ലിങ്ങളുടെ നമസ്കാര സമയമായി. അപ്പോൾ റസൂലുള്ളാഹി ക്ഷമ പറഞ്ഞ് മുസ്ലിങ്ങൾ ഒന്നടങ്കം നമസ്കരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഉർവ അവിടെ ഇരുന്ന് അതെല്ലാം വീക്ഷിക്കുകയാണ്. അപ്പോൾ മുസ്ലിങ്ങളുടെ ആദ്യമായിട്ട് ആ മുസ്ലിങ്ങളുടെ നമസ്കാരത്തിന് അദ്ദേഹം സാക്ഷിയാവുകയാണ്. അതേപോലെ തന്നെ അതിലുള്ള പല കാഴ്ചകൾ അദ്ദേഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് പിന്നീട് നമ്മൾ കാണും. അപ്പോൾ നമസ്കാരം കഴിഞ്ഞ സമയത്ത് ഉർവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, എനിക്കിനി കൂടുതലൊന്നും സംസാരിക്കാനില്ല, ഞാൻ ഖുറൈശികളുടെ അടുത്തേക്ക് തന്നെ പോവാണ്. അങ്ങനെ അദ്ദേഹം ഹുദൈബിയയിൽ നിന്നും മക്കയിലെ ഖുറൈശികളുടെ അടുത്തേക്ക് തന്നെ യാത്രയാവാണ്. അങ്ങനെ ഉർവ ബിൻ മസ്ഊദ് അദ്ദേഹം യാത്ര ചെയ്ത് മക്കയിലെത്തുകയാണ്. അപ്പോൾ ഖുറൈശികൾ ആകാംക്ഷയോടുകൂടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ അവർ ചോദിച്ചു എന്തുണ്ടായി. ആ സമയത്ത് ഉർവ പറയുന്ന ചില വാക്കുകൾ ആ ചരിത്രത്തിൽ ഏറ്റവും മനോഹരമായിട്ട് റസൂലുള്ളാഹിൻ്റെ ആ സീറയിൽ പുറത്തുള്ള ഒരാൾ, ഈ സമയത്ത് ഉർവ മുസ്ലിമല്ല, പുറത്തുള്ള ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുചരന്മാർ കാണിച്ച അത്ഭുതകരമായിട്ടുള്ള ആ സ്നേഹത്തെ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. ആ ഒരു മനോഹരമായിട്ടുള്ള ഉദ്ധരണി ഈ സമയത്ത് നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചയിലൂടെ ലഭിക്കുകയാണ്. അദ്ദേഹം ഖുറൈശികളോട് പറഞ്ഞു, ഖുറൈശികളെ നിങ്ങൾക്ക് എന്നെ അറിയാലോ,
ഞാൻ ലോകത്തെ പ്രധാനപ്പെട്ട പല രാജാക്കന്മാരുടെയും കൊട്ടാരത്തിലേക്ക് പ്രതിനിധിയായിട്ടെല്ലാം പോയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റാണ്. പല ആവശ്യങ്ങൾക്കും കിസ്രയുടെയും ഹിറക്കലിൻ്റെയും നജ്ജാഷിയുടെയും ഇതേ രൂപത്തിൽ പ്രധാനപ്പെട്ട രാജാക്കന്മാരുമായിട്ടെല്ലാം ഞാൻ ഇടപഴകി ശീലമുള്ള ആളാണ്. പക്ഷേ ഞാൻ ഇന്ന് കണ്ട ഒരു കാര്യം ഞാൻ പറയട്ടെ. വല്ലാഹി മാ റഅയ്തു അഹദൻ യുഅല്ലിമു അഹദൻ കതഅലീമി അസ്ഹാബി മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് അനുയായികൾ നൽകുന്ന സ്ഥാനവും ആദരവൊന്നും ലോകത്ത് മറ്റൊരു രാജാവിനും അയാളുടെ പ്രജകൾ നൽകുന്നതായി ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ല. ശേഷം ഉർവ അവിടെ കണ്ട നേരിട്ട് സാക്ഷിയായിട്ടുള്ള ചില കാര്യങ്ങൾ തുടർന്ന് വിശദീകരിക്കുന്നുണ്ട്. മുഹമ്മദിൻ്റെ മുമ്പിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ശബ്ദം താഴ്ത്തിയാണ് അനുയായികൾ സംസാരിക്കുന്നത്. അദ്ദേഹത്തോടുള്ള അതിയായ ബഹുമാനം കാരണം അദ്ദേഹത്തിൻ്റെ നേരെ ദൃഷ്ടി പോലും അവർ ഉയർത്തുന്നില്ല. ഓർക്കുന്നുണ്ടോ, നേരത്തെ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം ആയതിനു ശേഷം റസൂലുള്ളാഹിൻ്റെ ശമായിലുമായിട്ട് ബന്ധപ്പെട്ട് സീറയുടെ ആദ്യ ഭാഗങ്ങൾ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹം പറയുന്നുണ്ട്, അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂലുള്ളാഹിൻ്റെ സദസ്സിലിരിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കാൻ എനിക്ക് കൊതിയാകും. പക്ഷേ ആ ഇജ്ലാലും ഹൈബ റസൂലുള്ളാഹിനോടുള്ള അങ്ങേയറ്റത്തെ ആദരവ് കാരണം ആ കണ്ണുകൾ താഴ്ത്താൻ വേണ്ടി ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അത്രയേറെ അവരെ ആദരിച്ചിരുന്നു. ശേഷം ഉർവ തുടരുന്നുണ്ട്, ആ നമസ്കാരത്തിനെല്ലാം ഉർവ സാക്ഷിയായിരുന്നു. എന്നിട്ട് അദ്ദേഹം പറയാണ്, അദ്ദേഹം അംഗസ്നാനം ഉളൂ ചെയ്യുന്ന സമയത്ത് ആ ശരീരത്തിൽ നിന്നും വീഴുന്ന ആ വെള്ളത്തിന് വേണ്ടി അനുയായികൾ പരസ്പരം മത്സരിക്കുമായിരുന്നു. അതായത് റസൂലുള്ളാഹിൻ്റെ ആ ഉളൂവിൻ്റെ വെള്ളം, ആ തബറുക്ക്, ആ വർക്കത്ത് ആലോചിച്ച് അവർ അതിനുവേണ്ടി മത്സരിക്കുമായിരുന്നു. അപ്പോൾ ലോകത്ത് ഒരു രാജാവിനെയും ഒരു പ്രജയും ഈ രൂപത്തിൽ സ്നേഹിക്കില്ല. ഏതെങ്കിലും രാജാക്കന്മാരെ പ്രജകൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ പവർ അല്ലെങ്കിൽ ആ പൊസിഷനെ മാത്രമാണ് യഥാർത്ഥത്തിൽ അവർ സ്നേഹിക്കുന്നത്. ഇവിടെ റസൂലുള്ളാഹിൻ്റെ കാര്യത്തിൽ റസൂലുള്ളാഹി എന്നുള്ള വ്യക്തിയെ അനുയായികൾ അത്രയേറെ അവരുടെ ജീവനേക്കാളേറെ അവർ സ്നേഹിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന മനോഹരമായിട്ടുള്ളൊരു കാര്യം, ഈ ഉർവ ആദ്യത്തിൽ വന്ന സമയത്ത് സ്വഹാബികൾ ആക്ഷേപിക്കുന്ന രൂപത്തിലെല്ലാം സംസാരിച്ചിരുന്നു. എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇവരായിരിക്കും ആദ്യം ഇട്ടേച്ച് പോകുക എന്നെല്ലാം ഉർവ പറഞ്ഞത്. അതുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ കോപിച്ചത്. അതേ ഉർവ ഈ സമയത്ത് ഈ സ്വഹാബികൾ ഇത്രയും വലിയ മദ്ഹ് പറയുന്ന രൂപത്തിലേക്ക്, അതായത് ഒരല്പനേരം അവരായിട്ട് ഇടപഴകിയ സമയത്ത്, അത് നേരിട്ട് കണ്ട സമയത്ത് അതേ ഉർവ ആ സ്വഹാബികളെ മുഴുവൻ വാനോളം പ്രശംസിക്കുന്ന രൂപത്തിൽ ഇവിടെ സംസാരിക്കുന്നതാണ് നമ്മൾ കാണാൻ സാധിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. ശേഷം ഉർവ ഖുറൈശികളോട് പറഞ്ഞു, നിങ്ങളൊരിക്കലും മുഹമ്മദിനെ തോൽപ്പിക്കാൻ ശ്രമിക്കരുത്, അതിന് നിങ്ങൾക്ക് കഴിയില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത്രയേറെ അദ്ദേഹത്തെ സ്നേഹിക്കുന്നുണ്ട്, അവർ ജീവൻ നൽകി സംരക്ഷിക്കാൻ സന്നദ്ധരാണ്. ഇപ്പം നിങ്ങളുടെ മുമ്പിൽ നല്ലൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് മുമ്പിൽ മുഹമ്മദ് വെച്ചിട്ടുള്ളത് സല്ലല്ലാഹു അലൈഹി വസല്ലം, അത് നിങ്ങൾ സ്വീകരിക്കുക. അതായത് അദ്ദേഹത്തെയും അനുയായികളെയും ഈ വർഷം ഉംറ നിർവഹിക്കാൻ വേണ്ടി നിങ്ങൾ അനുവദിക്കുക. ഉർവയുടെ സംസാരം ഖുറൈശികൾ അങ്ങേയറ്റം നിരാശരാക്കുകയാണ്. അവർ പറഞ്ഞു, യാ അബാ യഅഫൂർ, ഓ അബൂ യഅഫൂർ, അദ്ദേഹത്തിൻ്റെ കുനിയാണ്, നിങ്ങളെപ്പോലെ ഒരാൾ ഈ രൂപത്തിലൊക്കെ പറയാണോ? നിങ്ങളായതുകൊണ്ടാണ്, മറ്റാരെങ്കിലും ഈ രൂപത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ അയാളെ അധിക്ഷേപിച്ചേനെ, നിങ്ങളായതുകൊണ്ട് ഞങ്ങളൊന്നും മിണ്ടുന്നില്ല. ആ രൂപത്തിൽ അവർ പ്രതികരിക്കുകയാണ്. ഏതായിരുന്നാലും ഉർവ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളൊന്നും സ്വീകരിക്കാൻ ഖുറൈശികൾ സന്നദ്ധരായിരുന്നില്ല. അവർ അതേ നിലപാടിൽ ഉറച്ചേക്കാണ്. ഈ വർഷം അവർക്ക് ഉംറ അനുവദിക്കുന്ന പ്രശ്നമില്ല, വേണമെങ്കിൽ അടുത്ത വർഷം നോക്കാം. അതേ നിലപാടിൽ ഖുറൈശികൾ ഉറച്ചു നിൽക്കുകയാണ്. അപ്പം അതോടുകൂടി ഉർവ ബിൻ മസ്ഊദ് അദ്ദേഹത്തിൻ്റെ ആ ഒരു മധ്യസ്ഥ ശ്രമങ്ങളും അവിടെ പരാജയപ്പെടുകയാണ്. പക്ഷേ മറ്റൊരു കാര്യം, ഉർവ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയായിട്ട് സംസാരിച്ചതും അനുയായികളുടെ അത്ഭുതപ്പെടുന്ന പ്രതികരണമെല്ലാം ഉർവയുടെ മനസ്സിൽ അങ്ങേയറ്റം സ്വാധീനം ചെലുത്തിയിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ സീറ ഒരല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ 2-3 വർഷം കഴിഞ്ഞ് ഹിജറ വർഷം 9 ആ മക്ക വിജയത്തിന് ശേഷം ആ ത്വായിഫിലുള്ള സഖീഫ് ഗോത്രത്തിൽ നിന്നും ഈ ഉർവ ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. അപ്പോൾ ആദ്യം നേരത്തെ മുഗീറ ബിൻ ശുഅബ സ്വീകരിച്ച് രണ്ടാമതായിട്ട് ആ സഖീഫ് ഗോത്രത്തിൽ നിന്ന് അദ്ദേഹം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച സമയത്ത് അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഞാൻ നേരെ പോയി എൻ്റെ ഗോത്രത്തെയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് വേണ്ട, ഇന്നി അഖ്ശ അലൈക്ക്, ഞാൻ നിങ്ങളുടെ കാര്യത്തിൽ ഭയപ്പെടുകയാണ്. ഉർവ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, നിങ്ങൾ ഭയപ്പെടേണ്ട ഒരു കാര്യമില്ല, നിങ്ങൾക്കറിയാനായിട്ടാണ് എൻ്റെ ജനതയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഞാൻ എന്ത് പറഞ്ഞാലും അവർ കേൾക്കും, ഞാൻ ഉറങ്ങുന്ന സമയത്ത് വരെ ഉണർത്താതെ അവർ എനിക്ക് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്. ഇപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തടയാൻ നോക്കുന്നുണ്ട്. കാരണം റസൂലുള്ളാഹിക്ക് അറിയാം, റസൂലുള്ളാഹിൻ്റെ നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് ആ സമൂഹത്തിൽ റസൂലുള്ളാഹി അൽ അമീനായിരുന്നു, അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു. പക്ഷേ ആ സത്യമായിട്ട് വന്ന സമയത്ത് അവരുടെ പ്രതികരണം നേരെ തിരിച്ചായിരുന്നു. വർഖ ബിൻ നൗഫലിൻ്റെ അടുത്ത് പോയ സമയത്ത് താങ്കൾ ഈ നാട്ടിൽ നിന്നും പുറത്താക്കുമെന്നെല്ലാം പറഞ്ഞ സമയത്ത് റസൂലുള്ളാഹിക്ക് അത് അവിശ്വസനീയമായിട്ട് തോന്നുന്നുണ്ട്. അവ മുഖ്രിജിയഹും, അവരെന്നെ പുറത്താക്കേ, കാരണം ആ രൂപത്തിലായിരുന്നു അവരുടെ പ്രതികരണം. അത് മാത്രമല്ല, ത്വായിഫിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നേരിട്ട് ത്വായിഫിലുള്ള അനുഭവം നമുക്കറിയാം. റസൂലുള്ളാഹിൻ്റെ ജീവിതത്തിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളെല്ലാം ത്വായിഫായിരുന്നു നൽകിയത്.
അപ്പോൾ റസൂലുള്ളാഹി അദ്ദേഹത്തെ തടയാൻ നോക്കി. അദ്ദേഹം വീണ്ടും പോകാൻ വേണ്ടി ശടിച്ച സമയത്ത് റസൂലുള്ളാഹി അനുമതി നൽകി. അങ്ങനെ അദ്ദേഹം ആ ത്വായിഫിലെ സഖീഫ് ഗോത്രത്തിലേക്ക് പ്രബോധനത്തിന് വേണ്ടി പോവാണ്. അവിടെ എത്തി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച സമയത്ത് അവരുടെ മറ്റൊരു വികൃതമായിട്ടുള്ള മുഖം അദ്ദേഹത്തിന് കാണേണ്ടി വരികയാണ്. ശക്തമായിട്ടുള്ള ഭാഷയിൽ അവർ അദ്ദേഹത്തെ ആക്ഷേപിച്ചു, പച്ചത്തെറിയും മറ്റെല്ലാം പറഞ്ഞ് അദ്ദേഹത്തെ എറിഞ്ഞു ഓടിക്കുകയാണ്. അപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആ ഒരു ജനത, അവരുടെ ഈ പ്രതികരണം അദ്ദേഹത്തിന് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും കഴിയുന്നതായിരുന്നില്ല. അത്യധികം വിഷമത്തോടുകൂടി അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം പ്രഭാതത്തിൽ അദ്ദേഹം ഫജ്ർ നമസ്കരിക്കാൻ വേണ്ടി ആ വീടിൻ്റെ മട്ടുപ്പാവിൽ കയറി ഉറക്കെ ബാങ്ക് വിളിച്ചു. ബാങ്ക് വിളിച്ച് നമസ്കരിക്കാൻ വേണ്ടി നിന്ന സമയത്ത് പിറകിൽ നിന്നും ഒരാൾ അമ്പെയ്ത് ഉർവ ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വധിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അദ്ദേഹത്തിൻ്റെ ആ ഒരു വിയോഗ വാർത്ത മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിഞ്ഞ സമയത്ത് റസൂലുള്ളാഹിൻ്റെ ഒരു പ്രതികരണം, മസലു ഉർവ കമസലി സ്വാഹിബു യാസീൻ ദഅ ഖൗമുഹു ഫഖതലു. അതായത് ഉർവയുടെ ഉപമ ആ സ്വാഹിബു യാസീനെ പോലെയാണ്. സൂറത്ത് യാസീൻ്റെ 20 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ വജാഅ മിൻ അഖ്സൽ മദീനത്തി റജുലുൻ, ആ ഒരു പട്ടണത്തിൻ്റെ ആ മൂലയിൽ നിന്നൊരാൾ വരുന്നുണ്ട്. അദ്ദേഹത്തെ അവിടെയുള്ള ആളുകൾ ഖീല ദഖുലിൽ ജന്നത ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅൽനി മിനൽ മുക്രമീൻ. സ്വന്തം ജനത അയാളെ വളരെ ക്രൂരമായിട്ടുള്ള രൂപത്തിൽ വധിക്കുന്നുണ്ട്. ശേഷം അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനെ സംബന്ധിച്ചെല്ലാം ആ സൂറത്ത് യാസീൻ്റെ ആ ഭാഗത്ത് പറയുന്നുണ്ട്. സമാനമാണ് ഉർവയുടെ ഉപമ എന്ന് റസൂലുള്ളാഹി അവിടെ പ്രതികരിക്കുകയാണ്. അതാണ് ഉർവ ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹുവുമായി ബന്ധപ്പെട്ട ചരിത്രം. അപ്പോൾ ഉർവയും ഈ ഒരു സമയത്ത് അതിനെ മധ്യസ്ഥത്തിന് വേണ്ടി പോയി അവിടെ അതും പരാജയപ്പെടുകയാണ്. അപ്പോൾ 3 ഖുറൈശികൾ 2-3 ശ്രമങ്ങൾ നടത്തി, അതെല്ലാം പരാജയപ്പെട്ട സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പ്രതിനിധിയായിട്ട് ഒരാളെ ഈ സമയത്ത് മക്കയിലേക്ക് അങ്ങോട്ട് അയക്കുന്നുണ്ട്. അപ്പോൾ അത് തികച്ചും വലിയൊരു ചലഞ്ചാണ്. കാരണം ഖുറൈശികളെ നേരിട്ട് കണ്ട് സംസാരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുവേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുയായികളായിട്ട് ചർച്ച നടത്തുകയാണ്. അപ്പോൾ ആരെയാണ് റസൂലുള്ളാഹി പറഞ്ഞയക്കുന്നത്? അദ്ദേഹത്തിന് മക്കയിൽ നേരിടേണ്ടി വരുന്ന പ്രയാസങ്ങൾ, അതെല്ലാം ഇൻഷാ അല്ലാഹ് വിശദമായിട്ട് അടുത്ത ഭാഗത്ത് നമ്മൾ വിശദീകരിക്കുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം അത് ആഴത്തിൽ പഠിക്കാനും അത് കഴിയുന്നത്ര ജീവിതത്തിൽ പകർത്താനും നാളെ അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. ആമീൻ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.